കേന്ദ്ര സർക്കാർ ജനങ്ങൾക്കു വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ജനങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും നിരവധി പദ്ധതികളുണ്ട്. സംസ്ഥാനത്തും രാജ്യത്ത് എല്ലായിടത്തുമുള്ള 60 വയസ്സിനു മേൽ പ്രായമുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ നൽകുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ പ്രതിമാസം 3000 രൂപ വീതമാണ് ലഭിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. ഒരു പ്രത്യേക സ്കീം വഴിയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. പ്രതിമാസം 3000 രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്. പെൻഷൻ വാങ്ങുന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഈ പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും. രണ്ടുപേരും മരണപ്പെടുകയാണെങ്കിൽ നോമിനിക്ക് മിച്ചമുള്ള തുക ലഭിക്കുന്നതുമായിരിക്കും. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ID നമ്പർ ഉൾപ്പെടുന്ന ഒരു കാർഡ് ലഭിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്റർ വഴി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതുമാണ്. കിസാൻ മൻധൻ യോജന ആയതുകൊണ്ട് തന്നെ PM കിസാൻ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷക കുടുംബങ്ങൾക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ PM കിസാൻ പദ്ധതിയിൽ ഇല്ലാത്ത 2 ഹെക്ടറിൽ താഴെ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവർക്കും ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. 18 മുതൽ 40 വയസ്സ് പ്രായം വരെയാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നത്. 18 വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ പ്രതിമാസം 55 രൂപയാണ് അടയ്ക്കേണ്ടി വരിക. എല്ലാ മാസവും ഈ തുക അടയ്ക്കേണ്ടതുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് ഈ തുകയിൽ വ്യത്യാസവും വന്നു ചേരാം. ഓരോ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിമാസം അടയ്ക്കേണ്ട തുക വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. 40 വയസ്സിൽ ചേരുകയാണെങ്കിൽ 200 രൂപ വീതം അടയ്ക്കേണ്ടി വരുന്നതാണ്. ഓരോ പ്രായക്കാർക്കും ഓരോ തുകയാണ് പ്രതിമാസം അടയ്ക്കേണ്ടി വരിക. അടയ്ക്കുന്ന തുകയുടെ തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതായിരിക്കും. അതിനുശേഷം 60 വയസ്സ് കഴിയുമ്പോഴാണ് ഇതിന്റെ സഹായങ്ങൾ ലഭിച്ചു തുടങ്ങുക. കേന്ദ്ര സർക്കാരിന്റെ മറ്റു പെൻഷൻ പദ്ധതികളിൽ ഭാഗമായിട്ടുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ആദായ നികുതി അടയ്ക്കുന്നവർക്കും കേന്ദ്ര സംസ്ഥാന ജീവനക്കാർക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയില്ല. കൂടാതെ PF ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല. കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി കൂടിയാണിത്. 60 വയസ്സിന് ശേഷമാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുവാൻ കർഷകന്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരും ജനനത്തീയതിയും ബാങ്ക് അക്കൗണ്ട് നമ്പറും ആവശ്യമാണ്. കൂടാതെ മൊബൈൽ നമ്പറും ആധാർ കാർഡും ആവശ്യമാണ്. ഇവയൊക്കെയാണ് പ്രധാന രേഖ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകുക. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട പെൻഷൻ പദ്ധതിയാണിത്. മാസം കുറഞ്ഞ തുകയിൽ തന്നെ തുക അടയ്ക്കാൻ സാധിക്കുന്നതുമാണ്. ഏതു പ്രായത്തിൽ ചേരുന്നു എന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും മാസം അടയ്ക്കുന്ന തുക വരിക. അതിനാൽ കൂടുതൽ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയിൽ ചേരാവുന്നതാണ്.